നീ എണീറ്റോ? കൊച്ചി ഇന്നലെ രാത്രി ഫുള്ള് കരച്ചിലല്ലായിരുന്നു, അതുകൊണ്ട് അവൻ ഉറങ്ങിയിട്ടില്ല തോന്നുന്നു. അവനോട് വേണമെങ്കിലുണ്ടല്ലോ അപ്പുറത്ത് റൂമിൽ പോയി കിടക്കാൻ പറ കേട്ടോ. പിന്നെ നീ ആ വെയിൽ പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ കൊച്ചിന് തുണിയെല്ലാം കൊണ്ട് ആറിയിടാൻ നോക്കൂ കേട്ടോ. ആരെ പറഞ്ഞ മോൻ ഉറങ്ങിയിട്ടില്ല എന്ന്? മോൻ നന്നായിട്ട് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടത്. കാരണം കൊച്ചു രാത്രി ഫുള്ള് ഉണർന്നിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ കൊച്ചിനെ നോക്കും. ഞാനിപ്പോൾ ഒന്ന് പോയി കുളിച്ചിട്ട് വരും, ഞാനൊന്ന് കിടന്ന് ഉറങ്ങും. കാരണം ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ തുണിയുടെ കാര്യം, തുണി വാഷിംഗ് മെഷീനിൽ ചേട്ടൻ ഇട്ടോളൂ. അപ്പോൾ അതെല്ലാം സോർട്ടായില്ലേ, ഞാൻ ഉറങ്ങാൻ പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു കരയുവാണെങ്കിൽ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് മിൽക്ക് കൊടുക്കാൻ വേണ്ടി, മിൽക്ക് ചേട്ടൻ കൊടുത്തോളും. ആരും ഒന്നിനെ പറ്റിയും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇവക്കാണെങ്കിൽ ഒട്ടും പാലും ഇല്ല. ഇവള് മറ്റേ മറ്റേ എളുപ്പ പരിപാടിയാന്നേ, ഏത് മറ്റേ കലക്കി കൊടുക്കുന്ന പാലില്ലേ. അതന്നെ, ഞാൻ വല്ല കറോപ്പശു വല്ലതുമാണോ ഈ പാലില്ല പാലില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്? പിന്നെ ഈ പാല് വരുന്നതൊക്കെ അത് ഓരോരുത്തരുടെ ഹോർമോൺസും അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം നിങ്ങളാണ് ഇങ്ങനെ ഇമോഷണലി നമ്മളെ തളർത്തുന്നത്. പിന്നെ കൊച്ചിനെ നോക്കുന്നത് ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്നല്ലേ പറഞ്ഞത്, അത് ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടേ കുറച്ച് നേരം കൂടെ അങ്ങനെ നോക്കൂ കേട്ടോ. ഞാൻ കുറച്ച് പോയി റെസ്റ്റ് എടുക്കട്ടെ. ശരി എന്നാൽ. അവൻ എന്തോ നല്ല റിച്ച് ഫാമിലി, നല്ല വെളുത്ത പെൺപിള്ളേരുടെ ആലോചന വന്നതെന്നറിയാവോ. ഇവൻ ഒറ്റ നിർബന്ധമായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ നടത്തി കൊടുത്തന്നേ ഉള്ളൂ. ആരെ കെട്ടണം ആരെ കെട്ടണ്ടെന്നുള്ളത് അത് ഓരോരുത്തർ ഇഷ്ടമാണ്. അതിപ്പോൾ പിന്നെ ഈ കാലത്തും ഈ നിറവും ഭംഗിയൊക്കെ നോക്കി നടക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം കണ്ടു മുമ്പിൽ. പിന്നെ അല്ലോ വേറെ ആൾക്കാരുടെ അടുത്തെങ്ങാനും പറഞ്ഞോട്ടല്ലോ, അവർ വന്നിട്ടുണ്ടല്ലോ ചെപ്പയടിച്ച് പൊളിക്കും. ഞാനായകൊണ്ടാ ഉണ്ടല്ലോ. അപ്പുറത്തെ വീട്ടിലെ പെണ്ണൊക്കെ വന്നപ്പോൾ 10-25 പവനൊക്കെ ആയിട്ടാണ് വന്നതെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ എന്നോട് ഇപ്രാവശ്യം കുടുംബശ്രീക്ക് പോയപ്പോൾ അവർ ചോദിച്ചു എത്രയും കൊണ്ടാണ് മരുമകൾ വന്നേന്ന്. നമുക്കല്ലേ അറിയത്തുള്ളൂ ഒന്നും ഇല്ലാന്ന്. ഓ, സ്വർണത്തിൻ്റെ കണക്കോ? ഇപ്പോഴത്തെ നിയമമൊക്കെ അറിയാലോ അല്ലേ? സ്വർണത്തിൻ്റെ കണക്കും സ്വത്തിൻ്റെ കണക്കൊക്കെ ചോദിച്ചാൽ എന്താ ഇപ്പോഴത്തെ നിയമം എന്നൊക്കെ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും വശമുണ്ടല്ലോ അല്ലേ?